നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രമേഹത്തെ തുടർന്നുണ്ടാകുന്ന വൃക്കകളുടെ ആരോഗ്യം തകരാറിലാകുന്നതിനെ കുറിച്ചാണ്. പ്രമേഹവും വൃക്കരോഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ധനൻ പുതിയോട്ടിൽ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് പ്രമേഹം. ഇതിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് വൃക്കകളുടെ ആരോഗ്യത്തിലുണ്ടാകുന്ന തകരാറുകൾ. എന്താണ് ഈ പ്രമേഹം, എങ്ങനെയെല്ലാമാണ് ഈ വൃക്കകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്? അതുപോലൊപ്പം തന്നെ ഈ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ വൃക്ക രോഗികൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡയാലിസിസ് സെന്ററിൽ പോയി നോക്കുകയാണെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളിൽ 50% കൂടുതൽ പേരും പ്രമേഹം വന്ന് വൃക്ക രോഗികളായി തീർന്നവരാണ്. അത് കേരളത്തിലെ മാത്രം അവസ്ഥയല്ല, ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തെമ്പാടും ഇതാണ് അവസ്ഥ. വൃക്കരോഗത്തിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രമേഹമാണ്. വേൾഡിലെ നമ്പർ 1 കാരണം പ്രമേഹ രോഗമാണ്, വൃക്കരോഗത്തിന്റെ. ഇത് നമുക്കറിയാം, നമ്മുടെ വൃക്കകൾ എന്ന് പറയുന്നത് നമ്മുടെ നട്ടിലിന് ഇരുവശവും സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയ ഒരു 250 ഗ്രാമോളം വലുപ്പമുള്ള 2 അവയവങ്ങളാണ്. 2 സ്ഥലത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളാണ്. അപ്പോൾ ഈ വൃക്കകളുടെ പ്രധാനമായ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ടോക്സിക് സാധനങ്ങൾ അരിച്ചെടുത്ത് ഒഴിവാക്കി കളയുക, നമ്മുടെ ശരീരത്തിന്റെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ഹീമോഗ്ലോബിൻ രക്തത്തിന്റെ അളവ് നിയന്ത്രിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ കിഡ്നിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ടോക്സിൻസ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസ് അരിച്ചെടുക്കുക എന്ന പ്രക്രിയ ബ്ലഡിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്തം ലഭിക്കുന്ന, ബ്ലഡ് സപ്ലൈ ഏറ്റവും കൂടുതലുള്ള ഒരു അവയവമാണ് കിഡ്നി. അപ്പോൾ ബ്ലഡിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൃക്കകളെയും ബാധിക്കും. ഇപ്പൊ പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന ഒരവസ്ഥയാണ്. അത് നിശ്ചയമായും പ്രമേഹം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വൃക്കകളെയും ബാധിക്കും. അപ്പൊ പ്രമേഹം ശരീരത്തിലെ ഇൻസുലിൻ, ബ്ലഡില് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനിയന്ത്രിതമായി കൂടുകയാണെങ്കിൽ ചിലതരം പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കൂടുതലായിട്ട് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വൃക്കകളിലെ ചെറിയ ചെറിയ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ കാലക്രമേണ നമ്മുടെ രക്തസമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെ വൃക്കയുടെ ഫിൽട്രേഷൻ, അരിച്ചെടുക്കുന്ന പ്രക്രിയ മോശമാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ വൃക്കകളിലൂടെ പോകാൻ പാടില്ലാത്ത പ്രോട്ടീൻസ് കിഡ്നിയിലൂടെ, യൂറിനിലൂടെ, മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രോട്ടീൻ ലീക്ക് ആവുന്നു. അത് കാലക്രമേണ വൃക്കരോഗത്തിനും, അത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ അനിയന്ത്രിതമായി അല്ലെങ്കിൽ യാതൊരു പ്രതിവിധിയും നോക്കാതെ, പ്രമേഹത്തിന് യാതൊരു കൺട്രോളും ഇല്ലാതെ നോക്കാതെ നടക്കുകയാണെങ്കിൽ അത് കാലക്രമേണ ഡയാലിസിലേക്കും കിഡ്നി ഫെയിലിയറിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഈ പ്രമേഹമുള്ള ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഈ വൃക്കരോഗം ഉണ്ട് എന്നുള്ള ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ അത് ആദ്യ ഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രമേഹം കൊണ്ടുള്ള വൃക്കരോഗം, പ്രത്യേകിച്ചും വൃക്കരോഗങ്ങൾ പൊതുവിൽ തന്നെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കില്ല. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചിലപ്പോൾ ഡയാലിസ് ചെയ്യേണ്ട സമയത്തായിരിക്കും വൃക്കരോഗത്തിന്റെ ചില ലക്ഷണങ്ങൾ. ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മൂത്രത്തിന്റെ അളവ് കുറയുന്നു, കാലിന് നീര് വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, അല്ലെങ്കിൽ ഓക്കാനം, ഛർദി വരുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുന്നു. ഈ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് വൃക്കരോഗത്തിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ്, ഒടുവിലത്തെ സ്റ്റേജ് 5 അല്ലെങ്കിൽ പറയുന്ന സ്റ്റേജിലാണ് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ പ്രമേഹ രോഗികൾക്ക് വൃക്കരോഗം ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരിക്കും. അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒപിയിലും വാർഡിലും റൗണ്ട്സ് എടുക്കുമ്പോൾ ഒരുപാട് രോഗികൾ അങ്ങനെ കാണാറുണ്ട്. 10-15 കൊല്ലമായിട്ട് 10-15 കൊല്ലമായിട്ട് അവർക്ക് പ്രമേഹം ഉണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ടും അവർ ഒരു വൃക്കരോഗിയാണെന്നുള്ള കാര്യം അവരറിയില്ല. അപ്പോൾ ലക്ഷണങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ നമ്മൾ പ്രമേഹമുള്ള എല്ലാവരും തന്നെ വൃക്കരോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ചെലവ് കുറഞ്ഞ
മൂത്രത്തിലെ പ്രോട്ടീൻ അളവ് നോക്കുന്നതിലൂടെയും ക്രിയാറ്റിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയും വളരെ ചെറിയ ചെറിയ ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെയും ഇത് എല്ലായിടത്തും സുലഭമായിട്ടുള്ള എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും വളരെ സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന ടെസ്റ്റുകളാണ്. ഈ ടെസ്റ്റുകൾ പ്രമേഹ രോഗിയുള്ള എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തു നോക്കേണ്ടതാണ്. ഇത്തരത്തിൽ മാത്രമേ നമുക്ക് പ്രമേഹം വൃക്കരോഗത്തിലേക്ക് നയിക്കുന്നതിൽ വൃക്കരോഗത്തിന്റെ ഏർലി സ്റ്റേജിൽ ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കാൻ ഇത് മാത്രമേ നമുക്ക് മുന്നിൽ മാർഗമുള്ളൂ. ലക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്നാണ് ഏറ്റവും നല്ല കാര്യം. അതായത് ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൈകൾ അല്ലെങ്കിൽ കാലുകളിലെ കണങ്കാലുകൾ നീര് വരിക, ഇതൊക്കെ വൃക്കരോഗത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്ഷീണം തോന്നുക, ഇതൊക്കെയാണോ സാധാരണ ആളുകൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ഡോക്ടറെ സമീപിക്കുന്നത്? ഇതിന് മുന്നോടിയായി എന്തെങ്കിലും ഒരു രോഗലക്ഷണം അല്ലെങ്കിൽ വൃക്ക തകരാറിലാണെന്ന് മുൻകൂട്ടി ശരീരം നമുക്ക് കാണിച്ചു തരുമോ? അതെ, ഇത് എല്ലാവരിലും ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. അതായത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 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 പ്രമേഹ രോഗിക്ക് കാലിന് നീര് വരുന്നു, ക്ഷീണം വരുമ്പോഴേക്കും വൃക്കരോഗം വന്ന് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മിക്കപ്പോഴും നമ്മൾ കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഡയാലിസിന് തൊട്ട് മുന്നുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ മാരകമായ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയണമെങ്കിൽ വളരെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കുന്നു. അപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പത കാണുന്നു. അപ്പോൾ അതായത് നമ്മുടെ ശരീരത്തിൽ വൃക്കകളിൽ ഷുഗർ, പഞ്ചസാരയുടെ അളവ് കൂടുതലായിട്ട് വന്ന് വൃക്കകളുടെ അരിപ്പകൾക്ക് കുറച്ച് കേടുണ്ടാക്കിയിട്ട് അതിലൂടെ പ്രോട്ടീൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മൂത്രത്തിന്റെ അളവ് കൂടുകയും മൂത്രത്തിൽ പ്രോട്ടീൻ അളവ് കൂടുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് ലക്ഷണമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കാര്യം അറിയേണ്ടതുണ്ട്. അതായത് ഈ ദീർഘകാലമായി പ്രമേഹമുള്ള ഒരു വ്യക്തിയിൽ എത്രത്തോളം ഈ വൃക്കകൾ തകരാറിലാകുന്നതിന് സാധ്യത കൂടുതലാണ്? പ്രത്യേകിച്ചും പ്രമേഹത്തിന്റെ രണ്ട് കാര്യങ്ങളാണ് പ്രമേഹം വൃക്കരോഗങ്ങളെ ബാധിക്കുന്നതിന്റെ തോത് മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്ന്, പ്രമേഹത്തിന്റെ അളവ്. പ്രമേഹം നമ്മൾ കൂടുതലായിട്ടുണ്ടാവുക, നമ്മൾ പ്രമേഹത്തെ ശ്രദ്ധിക്കാതിരിക്കുക, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്ന തോതിൽ ഉണ്ടായിരിക്കുക. രണ്ടാമത്തത് അതിന്റെ കാലദൈർഘ്യം, എത്രത്തോളം സമയം നമ്മൾ ഈ പ്രമേഹം ഇത്ര കൂടുതലായിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളുമാണ് സാധാരണഗതിയിൽ നമ്മളെ പ്രമേഹം വൃക്കരോഗങ്ങളെ ബാധിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടാതെ അനുബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഒന്ന് രക്താതിസമ്മർദ്ദം, രണ്ട് ഈ രോഗികൾക്കുണ്ടാവുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മൂന്ന് ഈ രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ പുകവലിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഇപ്പോൾ ഈ രക്തക്കുഴലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഈ അനുബന്ധ അസുഖങ്ങളും പ്രമേഹത്തിന്റെ കാഠിന്യവും പ്രമേഹത്തിന്റെ ദൈർഘ്യവും ഇത് ഈ ഈ ഇതൊരു ഒരുമിച്ചാണ് ഒരു രോഗിയെ ഒരു പ്രമേഹം കൊണ്ടുള്ള വൃക്ക രോഗിയാക്കി മാറ്റുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഈ പ്രമേഹത്തിന്റെ കാലദൈർഘ്യം സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഒരു 5-10 വർഷം കൊണ്ട് ഒരു പ്രമേഹ രോഗിക്ക് വൃക്കരോഗത്തിന്റെ തുടക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്നത് നമുക്ക് പ്രത്യേകിച്ച് മരുന്നുകളിലൂടെയും പ്രമേഹം നിയന്ത്രിക്കുന്നതിലൂടെയും തുടർച്ചയായ ചികിത്സകളിലൂടെയും നമുക്ക് അതിന്റെ ദൈർഘ്യം 5-10 വർഷത്തിൽ വരുന്നതിന് പകരം 15-20 വർഷമോ കഴിഞ്ഞിട്ടേ ഇപ്പൊ വൃക്കരോഗങ്ങൾ നമുക്ക് പ്രമേഹം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വൃക്കരോഗങ്ങൾ സാധാരണഗതിയിൽ വരാറുള്ളൂ. അപ്പൊ നമ്മളുടെ ഉദ്ദേശം ഇത് വൃക്കരോഗം വരാൻ സാധ്യതയുള്ള ഒരു രോഗിക്ക് പ്രമേഹം കൊണ്ട് വൃക്കരോഗം വരാൻ സാധ്യതയുള്ള ഒരു രോഗിക്ക് നേരത്തെ വരുന്നതിന് പകരം അതിന്റെ ദൈർഘ്യം കൂട്ടിക്കൊടുക്കുക. അതായത് 5-10 വർഷം വരുന്നതിന് സമയത്തിന് ബദലായിട്ട് 10-15 വർഷം കഴിഞ്ഞിട്ട് വൃക്കരോഗം വരികയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. ഇനി ഈ വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ അത് ഡയാലിസിസിലേക്ക് എത്താതെ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മോടൊപ്പം കൊച്ചിയിൽ നിന്നൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, ഹസീന ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് ഈ മധുരം കഴിക്കുമ്പോഴേ എന്റെ യൂറിൻ വളരെ നേർത്ത് നൂല് പോലെ പോകുന്നത്, വളരെ കുറച്ചളവിലാണ് പോണത്. അല്ല, അത് പ്രമേഹ രോഗിയാണോ അതോ അല്ലയോ? പ്രമേഹ രോഗിയാണ്. എനിക്ക് ഷുഗർ കൂടുതലും അല്ല കുറവാണില്ല. എനിക്കുണ്ട് അസുഖം. എനിക്ക് പ്രഗ്നൻസിയുടെ സ്റ്റേജിൽ വന്നതാണ്. പക്ഷെ എനിക്ക് കൂടുന്നില്ല, കുറയാണ്.
ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ മധുരം കഴിച്ചത് കൊണ്ട് മാത്രം, ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രമേഹ രോഗി അല്ലാത്ത ഒരാൾ ഒരു നേരം മധുരം കഴിച്ചുകൊണ്ട് മാത്രം ഈ മൂത്രത്തിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ മധുരം കഴിക്കുന്നതുകൊണ്ട് തന്നെയാണോ ഈ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ മൂത്രം ഈ നൂല് പോലെ പോകുന്നത് അല്ലെങ്കിൽ വെള്ളം പോലെ പോകുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് നോക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് യൂറിൻ ഒരു വളരെ ചെറിയ ലാബിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് പ്രൈമറി ഹെൽത്ത് സെന്ററിലോ ഒന്ന് പോയി കാണിച്ചിട്ട് നമുക്ക് യൂറിന്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതായത് ഒന്ന് യൂറിൻ പ്രോട്ടീന്റെ അളവ് നമുക്കൊന്ന് നോക്കാം, യൂറിനിലൂടെ ഷുഗർ പോകുന്നുണ്ടോ എന്നുള്ളതിന്റെ അളവ് നമുക്ക് നോക്കാം. ഇനിയിപ്പം അതല്ലാതെ വേറെ എന്തെങ്കിലും കാരണം, അതായത് ഇപ്പം മൂത്രപ്പഴുപ്പോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ നോക്കാൻ പറ്റുന്നതാണ്. സാധാരണഗതിയിൽ മധുരം എടുത്തുകൊണ്ട് മാത്രം രോഗിക്ക് ഒരു നൂല് പോലെ പോകേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല ഒരു പ്രമേഹ രോഗി അല്ലെങ്കിൽ. ഡോക്ടർ, നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ പല അസുഖങ്ങൾ കാരണവും പ്രമേഹവും അല്ലെങ്കിൽ വൃക്കരോഗവും വരാൻ സാധ്യതയുണ്ട്. അതെ അതിൽ ഈ പൊണ്ണത്തടി അതെ അല്ലെങ്കിൽ നിരന്തരമായുള്ള പുകവലി അതെല്ലാം ഇതിനൊരു കാരണമാവുന്നുണ്ടോ? അതെ 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 അതെ. ഈ പ്രമേഹ രോഗത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞത് നമ്മുടെ വൃക്കകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലുകളിലൂടെയാണ് നമ്മുടെ ആ, ഈ ഫിൽട്രേഷൻ അല്ലെങ്കിൽ അരിപ്പ അരിപ്പയാണ് വൃക്കകൾ. ഈ അരിച്ചെടുക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകളിലൂടെയാണ്. അപ്പോൾ ഈ കൂടുതലായിട്ട് പഞ്ചസാര വരുമ്പോൾ ഈ ചില പ്രോട്ടീൻസ് ഒക്കെ ഈ രക്തക്കുഴൽ വന്ന് അടയുകയും ഇത് ബ്ലോക്ക് ആവുകയും അത് ആ ഫിൽട്രേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ ആം, ആത്യന്തികമായ കാരണം. തുടക്കം ഇങ്ങനെയാണ്. അപ്പോൾ ഇതേ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഇതേ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ രക്തക്കുഴലുകളെ ബ്ലോക്ക് ആക്കുകയും പ്രോട്ടീൻ ലീക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്ന മറ്റ് അസുഖങ്ങളുണ്ട്. അതാണ് ഒന്ന് അമിതമായി ഭാരം വയ്ക്കുക, പൊണ്ണത്തടി ഉണ്ടാവുക. അപ്പോൾ പുകവലി ഓട്ടോമാറ്റിക്കലി പുകവലി നമ്മുടെ രക്തക്കുഴലുകളെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഓൾറെഡി രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതിൻ്റെ കൂടെ മറ്റു പ്രശ്നങ്ങൾ പൊണ്ണത്തടിയും പുകവലിയും അല്ലെങ്കിൽ വെസൽസിനെ അല്ലെങ്കിൽ രക്തക്കുഴലിനെ ബാധിക്കുന്ന വേറെ എന്തെങ്കിലും അസുഖം കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഒരു അഡീഷണൽ ഒരു അഡീഷണൽ പ്രശ്നമായിട്ട് വരികയും കൂടുതൽ ഇത്തരം രോഗികളിൽ വൃക്ക രോഗം ഇത്തരം പ്രമേഹ രോഗികളിൽ വൃക്ക രോഗം നേരത്തെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, നീലേശ്വരത്ത് നിന്ന് ബാലഗോപാൽ ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ പറഞ്ഞോളൂ ഡോക്ടറോട് പറഞ്ഞോളൂ ചോദിച്ചോളൂ. എനിക്ക് 70 വയസ്സുണ്ട്, 25 വർഷമായിട്ട് ഡയബറ്റിക് ആണ്. ഇപ്പം അതെ പ്രമേഹത്തിനും ബി പിക്കും മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ക്രിയാറ്റിൻ 1.4 തുടങ്ങി, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ 1.9 നിൽക്കുന്നത്. അതെ അപ്പൊ ഈ ബി പിക്കും ഷുഗറിനും മാത്രമേ മരുന്ന് തരുന്നുള്ളൂ, കോഴിക്കോട് മിംസ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതിന് അതെ കിഡ്നി രോഗത്തിന് വേറെ എന്തെങ്കിലും പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടോ? അതെ അതെ. അപ്പോൾ ഈ 28 കൊല്ലമായിട്ട് പ്രമേഹ രോഗമുള്ള ഒരാളിൽ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ക്രിയാറ്റിൻ 1.4 ആയിട്ടുള്ളൂ എങ്കിൽ ഞാൻ ശരിക്കും സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം 28 കൊല്ലമായിട്ടും അത് പ്രോഗ്രസ് ചെയ്തിട്ടില്ല. അതായത് അത് കണ്ടമാനം കൂടിയിട്ടില്ല. 1.4 അല്ലെങ്കിൽ 1.9 നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകിൽ അത് കൃത്യമായിട്ട് പ്രമേഹം കൺട്രോൾ ചെയ്തുകൊണ്ടും പ്രമേഹത്തിന്റെ കൂടെയുള്ള രക്താതി സമ്മർദ്ദം അതിനുള്ള മരുന്നുകൾ കഴിച്ചതുകൊണ്ടും അദ്ദേഹം കൃത്യമായിട്ട് ഡോക്ടറെ ഫോളോ അപ്പിൽ പോയതുകൊണ്ടും ആയിരിക്കാം ഇത് കൺട്രോൾ ആയി വന്നത്. ഇനി നമുക്ക് അദ്ദേഹം എടുക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ആ, പുതുതായിട്ട് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കുറച്ചധികം പുതിയ മരുന്നുകൾ പുതുതായിട്ട് ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അദ്ദേഹം എടുക്കുന്നുണ്ടായിരിക്കാം. അദ്ദേഹം എടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു നെക്സ്റ്റ് ഫോളോ അപ്പിൽ പോകുമ്പോൾ അത് ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം അത് കൃത്യമായിട്ടും പാലിക്കാവുന്നതാണ്. വേറൊരു കാര്യം, ഈ ക്രിയാറ്റിൻ 1.4 1.9 വരാൻ വേറെ എന്തെങ്കിലും കാരണം, കല്ലോ മൂത്രത്തിൽ ഇൻഫെക്ഷനോ മൂത്രത്തിൽ കല്ലിന്റെ അസുഖമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അൺറേറ്റഡ് ഫീവറോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഈ മരുന്നുകൾ എടുക്കുക, പ്രമേഹം കൺട്രോൾ ചെയ്യുക, പുതിയ മരുന്നുകൾ എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ്, ഇതിന്റെ ഒരു പ്രധാനമായ ചികിത്സാ രീതി. അല്ലാതെ നമുക്ക് ഒരു പ്രമേഹ രോഗം വന്നു, ക്രിയാറ്റിൻ 1.4 ആണ്, അത് 1.9 ആയി, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒറ്റമൂലി കഴിച്ചതുകൊണ്ടോ ഈ 1.9 തിരിച്ച് 1.4 ആവാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ 1.9 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ 1.9 തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ 1.9 2 നീട്ടിക്കൊണ്ടുപോവുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്.
ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കിഡ്നി ഡിസീസ് തുടങ്ങി, ഒരു വൃക്ക രോഗിയായി നമ്മൾ മാറി, നമ്മൾ കിഡ്നിയിലൂടെ പ്രോട്ടീൻ പോകുന്നുണ്ട്, നമ്മൾ ക്രിയാറ്റിൻ മെല്ലെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു പ്രോഗ്രസീവ് ഡിസീസാണ്. പ്രോഗ്രസീവ് അസുഖം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ പ്രോഗ്രസീവ് അസുഖത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കത് നോർമലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തോ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുത്തോ അത് നോർമലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിന്റെ പ്രോഗ്രഷൻ നമ്മൾ കുറക്കുക, അത് പെട്ടെന്ന് കൂടുന്നത് കുറക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അറ്റ് പ്രസന്റ് നമുക്ക് ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നെഫ്രോളജിസ്റ്റിനെ കാണിക്കുക, പുതിയ മരുന്നുകളുണ്ട് അതെടുക്കുക, നമുക്ക് എത്രത്തോളം കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നോ അല്ലെങ്കിൽ എത്ര മെല്ലെയാക്കാൻ പറ്റുന്നോ ആ പ്രോഗ്രഷൻ, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്രമേഹ രോഗം ബാധിച്ച വ്യക്തികളിൽ ഈ വൃക്കരോഗ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിൽ നമ്മൾ ഒരു പ്രമേഹ രോഗി എന്തൊക്കെയാണോ ഈ വൃക്കരോഗത്തെ മുൻകണ്ടുകൊണ്ടല്ലാതെ ഒരു വൃക്കരോഗി സാധാരണഗതിയിൽ എന്തൊക്കെയാണോ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതൊക്കെ തന്നെയാണ് ഇവിടെയും മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഒന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊണ്ണത്തടി മാക്സിമം ഒഴിവാക്കാൻ നോക്കണം. നമ്മൾ വെയിറ്റ് കൂടാതെ നമ്മുടെ വെയിറ്റ് ഹൈറ്റ് റേഷ്യോ നമ്മൾ അത് വെയിറ്റ് കൂടാതെ നോക്കുന്നത് വളരെ നല്ല രീതിയിൽ വൃക്കകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് കൂടാതെ നോക്കണം. രണ്ട്, പ്രമേഹം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. നമുക്ക് അത് ജീവിത ശൈലി മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യപരമായി എക്സസൈസ് എടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വ്യായാമത്തിലൂടെയോ നമുക്ക് മാറ്റാൻ പറ്റും. അതില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇൻസുലിൻ കൂടാതെ തന്നെ ഒരുപാട് മരുന്നുകൾ ലഭ്യമാണ്, വിപണിയിൽ തന്നെ ലഭ്യമാണ്. അല്ലാതെ നമുക്ക് ഈ പൊണ്ണത്തടി കുറയ്ക്കാനുള്ള മരുന്നുകൾ വരെ ലഭ്യമാണ്. അപ്പോൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ജീവിതശൈലി മാറ്റുന്നതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടാമത്, നമുക്ക് ഒരു വൃക്കരോഗം, പ്രമേഹവും ഉണ്ട് വൃക്കരോഗവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ എന്തായാലും കാർബോഹൈഡ്രേറ്റ് അന്നജത്തിന്റെ അളവ് പ്രത്യേകിച്ച് നമ്മൾ എന്തായാലും കുറച്ചിരിക്കും. രണ്ടാമത്, നമുക്ക് ഒരുപാട് പ്രോട്ടീൻ എടുക്കുന്നത് നമുക്ക് കുറക്കാൻ പറ്റും. മാംസ്യത്തിന്റെ അളവ് ശരീരത്തിൽ ഒരുപാട് എടുക്കുന്നത് നല്ലതായിരിക്കില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പം ക്രിയാറ്റിനിൻ നമ്മൾ കൂടി തുടങ്ങി അല്ലെങ്കിൽ നമ്മളുടെ പ്രോട്ടീൻ പോകുന്നത് കൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മാംസ്യത്തിന്റെ അളവ് കുറക്കുന്നതാണ് നല്ലത്. അപ്പോൾ റെഡ് മീറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ മട്ടൺ, പോർക്ക്, ബീഫ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കുറക്കുക. പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക, വേവിച്ചിട്ട് കഴിക്കുക. അപ്പോൾ വെജിറ്റേറിയൻ നോൺ വെജ് ഒഴിവാക്കി വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണ രീതി പിന്തുടരുന്നതോടെ നമുക്കത് കുറച്ച് കൊണ്ടുപോകാൻ പറ്റും. റെഗുലറായിട്ട് നമുക്ക് ഒരു വീടിനടുത്തുള്ള ഒരു നെഫ്രോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയോ കാണിച്ച് മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്നതിന്റെ അളവ് നമുക്ക് നോക്കണം. പ്രോട്ടീൻ പോകുന്നതാണ് വളരെ മുഖ്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് യൂറിൻ മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ അല്ലെങ്കിൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നിവ ടെസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതുകൂടെ തന്നെ ക്രിയാറ്റിനും നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അനുബന്ധ അസുഖങ്ങൾ, ഇപ്പൊ രക്താതി സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുക. രക്താതി സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കൂടാനുള്ള കാരണങ്ങൾ, ഉപ്പിന്റെ അംശം കുറക്കുക, ഇതൊക്കെ നമുക്ക് തന്നെ മാറ്റാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സ്മോക്കിംഗ് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രമേഹ രോഗികളിൽ വൃക്കരോഗം വരുമ്പോൾ സ്മോക്കിങ്ങും കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ട കാര്യങ്ങളാണ്. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ആലപ്പുഴയിൽ നിന്നും സാബു ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ. ഹലോ കേൾക്കാവോ സാറേ? ചോദിച്ചോളൂ. സാറേ, ഞാൻ 3 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഹാർട്ടിന്റെ കംപ്ലൈന്റ് ഉണ്ട്, ഹാർട്ടിന്റെ മരുന്നും കഴിക്കുന്നുണ്ട്, ഷുഗറിന്റെ മരുന്നും കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോളിനും മരുന്ന് കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ശരിക്കും അത് പതഞ്ഞു പൊങ്ങുന്നുണ്ട്. അപ്പം അതിന്റെ എന്തായിരുന്നു അതിന്റെ ഒരു റീസൺ എന്താണ്? ഇത് എന്തെങ്കിലും ഈ സ്റ്റേജിൽ നമ്മളത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അത് ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ വീടിനടുത്തുള്ള ഒരു ഫിസിഷ്യനെ കാണിക്കുക അല്ലെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിനെ കാണിച്ചിട്ട് നമുക്ക് യൂറിനിലെ മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നോക്കാം. പ്രോട്ടീൻ പോകുന്നത് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ സ്റ്റേജിൽ നമ്മളത് പെട്ടെന്ന് തന്നെ പോയി ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പൊണ്ണത്തടി നമ്മൾ എങ്ങനെയാണോ വൃക്കകളെ ബാധിക്കുന്നത്,
അതേപോലെ തന്നെ ഹൃദ്രോഗമുള്ള ആൾക്കാർക്ക്, ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർക്ക്, സ്റ്റെന്റ് ഇട്ട ആൾക്കാർക്ക്, കുറെ കാലമായിട്ട് ഹൃദ്രോഗമുള്ള ആൾക്കാർക്ക് ഇത് അതേപോലെ തന്നെ ഹൃദയരോഗവും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് പെട്ടെന്ന് തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ടെസ്റ്റ്, അല്ലെങ്കിൽ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയുന്ന ടെസ്റ്റ് ഉടൻ തന്നെ ചെയ്യുക. ഒരു ഫിസിഷ്യനെ കാണിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരി ഡോക്ടർ, ഇത്രയധികം സമയം നമ്മോടൊപ്പം ചിലവഴിച്ചതിന് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ധന്യൻ പുതിയോട്ടിലാണ് നമ്മോടൊപ്പം ചേർന്നത്. വളരെയധികം നന്ദി ഡോക്ടർ. ഇതോടുകൂടി ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.